എൻ്റെ വീട്ടിൽ എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് പോനാലിരിക്കുന്നു. ഞാൻ അതിനെ കെട്ടിപ്പിടിച്ച് 5 ഉമ്മ കൊടുത്തു. ഉമ്മ ഉമ്മ ഉമ്മ. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തെന്നാ കളിക്കുന്നത്? ഞാൻ ഇത് അതിനല്ല, എനിക്ക് പറഞ്ഞുതരാം. ഉമ്മ ഉമ്മ. ഇതിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കൊടുത്ത 5 ഉമ്മ. അതിനെൻ്റെ മോക്ക് ഞാൻ ഉമ്മ കൊടുത്തത്. ലീവ് എടുത്ത് പോയിട്ട് ഉമ്മ കൊടുത്തത് എന്തിനാ? എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് സ്കൂളിൽ പോകുന്നത് റോഡും കൂടി നടന്നിട്ടാ. അങ്ങനെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചെക്കൻ പീടിയൻ്റെ ബേക്കിലാറ്റം കൂട്ടിക്കൊണ്ടുപോയിട്ട് എൻ്റെ മോക്ക് ഉമ്മ കൊടുത്താൽ എൻ്റെ മോള് പറയില്ലേ, എൻ്റെ ചാരിത്രം പോയി അച്ഛാ, ഞാൻ അവൻ്റെ കൂടെയാണ് ഒളിച്ചോടുന്നതെന്ന്. ഇനി പോവോ എൻ്റെ മോള്? ഞാൻ ദിവസവും പിടിച്ച് 5 ഉമ്മ കൊടുത്തപ്പോൾ ഇനി എൻ്റെ മോളെ പീടിയൻ്റെ ബേക്കിലേക്ക് ഏതെങ്കിലും ചെക്കൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഉമ്മ കൊടുത്താൽ എൻ്റെ മോളെന്താ പറയാ? പോട് പൊട്ട, ഇതെൻ്റെ അച്ഛൻ ദിവസവും തരുന്നതാ പൊട്ട എന്ന് പറയുന്ന രീതിയിലേക്ക് എൻ്റെ മകളെ, നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളെ മക്കളും പെങ്ങളും നിങ്ങളോട് ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഭാര്യയ്ക്ക് എന്തിനാ കൊടുത്തതെന്നറിയോ നിങ്ങൾ? അതിനാ ഞാൻ 3 ദിവസമായി എൻ്റെ അടുത്ത് നിങ്ങൾ പോന്നിട്ട് നാട് നന്നാക്കുക. ഇനി ഓള് ടി വിയിലോ സീരിയലായിട്ടോ ആരെങ്കിലും ഉമ്മ കൊടുക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട് എങ്കിൽ, ഓക്ക് ഉമ്മയാറ്റം മുട്ടിയിട്ടുണ്ട് എങ്കിൽ, അങ്ങോട്ടല്ല കോന്തപ്പൻ്റെ അടുത്ത് പോണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യമേ കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നത്. ഒരു 25 അങ്ങ് കൊടുത്ത്. ഇനി സീരിയൽ കാണുമ്പോൾ ഓള് വിചാരിക്കും, ഇന്നലത്തെ 5 ഇന്നലെ കിട്ടിയല്ലോ, മിഞ്ഞാന്നത്തെ 5 ബാക്കിയുണ്ടല്ലോ എന്നുള്ള ചിന്ത അവിടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെടരുതെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. ആരും ഒളിച്ചോടരുതെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ ആരും ഒളിച്ചോടുക? എനക്കൊരു വിശ്വാസമില്ല. അപ്പോൾ ഈ ഉമ്മ ഇഞ്ഞെന്തിനാ എന്നെ നോക്കി പറയുന്നത്? ഈ വയസ്സായിട്ട് ഞാൻ അടിയാ പോകാന്നല്ലേ ഉമ്മ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് നിങ്ങളെ തന്നെ, എനിക്ക് നിങ്ങളെയും വിശ്വാസമില്ല ഉമ്മ, നിങ്ങളെ ആരും വിശ്വാസമില്ല.